മമ്മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളിക്ക് ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല. സകല പെണ്ണുങ്ങളും സ്വന്തം ഭാര്യയേക്കാൾ സുന്ദരിയാണെന്ന് ഏതൊരു ഭർത്താവിനും തോന്നും, അല്ലാന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയാം. അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും, ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ് എല്ലാം കാണിക്കാൻ പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ലോഹിദാസിനോട് ചോദിച്ചു, സാർ എന്തിനാണ് മമ്മൂക്കയെ കാണിക്കുന്നത്? ഒരു സുഖം നമുക്കൊരു മനസ്സുഖം, അത്രേ ഉള്ളൂ. ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോരുത്. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നു പറഞ്ഞു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മമ്മൂക്കയ്ക്കുള്ള കോസ്റ്റ്യൂം ഇച്ചിരി നല്ല രീതിയിൽ വരണം, ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് പുള്ളി. നിനക്കെന്തിനാടാ ഇത്രയും ഭംഗി? ഭംഗി കുറയ്ക്ക്. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ഒരു കോസ്റ്റ്യൂമർ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളിക്ക് പിടിക്കില്ല. അയ്യ, അത് നല്ല വിചാരമായിപ്പോയി. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഒന്ന് കെട്ടിപ്പിടിക്കുന്ന സീനും ഉണ്ടാവാം. അപ്പം നല്ല ഡ്രസ്സായില്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാണ്, അലർജി വരും. ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലാണ്ടോ ഇപ്പൊ ചൊറിയടോ? നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കുക. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.